ഹൃദയം അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സാധ്യമാണ്. ഇവിടെ വാസം സാധ്യമാണ്. ഇനി വരുന്ന തലമുറയ്ക്കും. പ്ലാസ്റ്റിക് ഇതാ ഇഷ്ടികകളാവുന്നു. എന്തും കെട്ടിപ്പൊക്കാവുന്ന കട്ടകൾ. മല ഇടിക്കാതെ, കല്ല് പൊട്ടിക്കാതെ, മണൽ വാരാതെ പണിയാവുന്ന വീടുകൾ. സിമന്റും പെയിന്റും വേണ്ടാത്തവ, തുരുമ്പെടുക്കാത്തവ, ചിതലരിക്കാത്തവ. നാം പുറന്തള്ളുന്ന പ്ലാസ്റ്റിക്കുകൾ കരയിൽ കടലോളമുണ്ട്. കടലിൽ അത് പുതിയ വൻകരകളാവും. മാതൃഭൂമിയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് കോഴിക്കോട്ടെ എടക്കാട് വാർഡിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ചു. വെറും 3 മാസം. അതുതന്നെ ആ വാർഡിനെ പലവട്ടം പുതപ്പിക്കാൻ കഴിയുന്നത്ര. ഒറയോൺ പോളിമേഴ്സ് ഈ പ്ലാസ്റ്റിക്കുകൾ സംസ്കരിച്ചു. ഇനി ഇതാ ഉറപ്പുള്ള ഇഷ്ടികകൾ, ഓടുകൾ, തറയോടുകൾ. വീട് വയ്ക്കാം, റോഡ് വയ്ക്കാം. ലോകം മാറുകയാണ്. യഥാർത്ഥത്തിൽ ഇത് പ്ലാസ്റ്റിക് അല്ല, ഇതിൻ്റെ പ്രോപ്പർട്ടി മാറി. ഇത് പോളിമർ കോമ്പോസിറ്റ് ആണ്. 370 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ഈ മെറ്റീരിയൽ അതേപോലെ തന്നെ നിൽക്കും. 370 ഡിഗ്രി കഴിഞ്ഞ് ഒരു 700 ഡിഗ്രിയിലേക്കൊക്കെ വരുമ്പോഴേ ഇത് കാർബണായി മാറുന്നുള്ളൂ. നിലവിലുള്ള പ്ലാസ്റ്റിക് ഇന്ന് നമുക്ക് വിനാശകരമായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ദുര്യോഗം ഉണ്ടാക്കുന്ന, നെക്സ്റ്റ് ജനറേഷൻ ദുര്യോഗം ഉണ്ടാക്കുന്ന ഈ പ്ലാസ്റ്റിക്കിനെ ശരിയായ രീതിയിൽ മറ്റൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റാക്കി മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ ഇത് സ്വീകരിക്കാൻ തയ്യാറാവും. പ്ലാസ്റ്റിക്കിന്റെ ഗുണങ്ങൾ സൂക്ഷിച്ച വീടുകൾ, ദോഷങ്ങൾ കളഞ്ഞ വീടുകൾ. ഒരു സാധനം റിയാക്ട് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും രീതിയിലുള്ള പൊല്യൂഷൻ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ആസ് ഇറ്റ് ഈസ് ഈ പ്രൊഡക്റ്റ് ഒരു രീതി നമ്മൾ ഇവിടുത്തെ സ്ട്രോങ് ആസിഡ്, ആൽക്കലൈൻസ്, പെട്രോളിയം, ഇങ്ങനത്തെ പല മെറ്റീരിയൽസുമായിട്ട് ഇതിൻ്റെ റിയാക്ഷനൊക്കെ ടെസ്റ്റഡ് ആണ്. NIT, സിപ്പറ്റ് പോലത്തെ സ്ഥാപനങ്ങളിലായിരുന്നു നമ്മൾ ഈ ടെസ്റ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് സേഫ് ടു ഗോ. ഇതൊരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തത്. മാതൃഭൂമിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നൊരുക്കുന്ന എൻ്റെ വീട് പദ്ധതിയിൽ ഈ വീട് ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം. കൊടുങ്കാറ്റിനെ ചെറുക്കാൻ, പേമാരിയെ തടയാൻ, വേഗത്തിൽ പണിയാൻ എല്ലാം എളുപ്പമാവുന്നു, ഉറപ്പുറ്റതാവുന്നു. കെട്ടാൻ സാധാരണ നമ്മളിപ്പോൾ കല്ലുകൊണ്ട് കെട്ടുകയാണെങ്കിലും കട്ട കൊണ്ട് കെട്ടുകയാണെങ്കിലും മണൽ വേണം, സിമെൻറ്റ് വേണം. ഇതിന് മണലും വേണ്ട, സിമെൻറ്റും വേണ്ട. ഇത് പ്രത്യേക ബ്ലോക്കുകളാക്കി കുടുക്കിയാണ് പോകുന്നത്. അതുപോലെ നിർമ്മാണം വളരെ എളുപ്പമാണ്. ഈ വീടൊക്കെ ഒരു മാസം കൊണ്ട്, ഒരു മാസം എടുത്തിട്ടില്ല ഇതിൻ്റെ പണി ഒരു 4-5 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, ഈ പണി പൂർത്തിയാക്കാം. വളരെ പെട്ടെന്ന് ഇതിൻ്റെ പണി തീരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനും എൻ്റെ മക്കളും ഭർത്താവ് ഷെഡിൻ്റെ ഉള്ളിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെയാണ് ചിറ്റാപ്പള്ളി മാതൃഭൂമി എന്ന ഇങ്ങനെ വീടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഗോപേഷ് ഞാൻ ഇങ്ങനെ ശരിയായി തന്നത്. നല്ലൊരു ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു. വീട് നല്ലതെല്ലാം വീടിനെക്കാട്ടും ഇതൊരു പ്രത്യേക ഒരു വീടല്ല.
ഇനി പ്ലാസ്റ്റിക് മാലിന്യമല്ല, നമ്മുടെ ഭാവി. പ്ലാസ്റ്റിക്കിൻ്റെ അതേപോലത്തെ ഗുഡ് പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലൈഫ് ലോങ് ഈ ഒരു സ്പെസിഫിക് മെറ്റീരിയലിന് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരുന്നതല്ല. ഈ പ്രൊഡക്റ്റ് 100% റീസൈക്കിളാണ്. ഒരു കസ്റ്റമറിന് 10-25 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 50 വർഷം കഴിഞ്ഞിട്ട് ഇത് റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ രൂപമാറ്റം ചെയ്ത് അന്നത്തെ മാർക്കറ്റിലെ അപ്ഡേറ്റഡ് ഷേപ്പിലേക്ക് നീങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു പോസിബിലിറ്റി ഈ സ്പെസിഫിക് മെറ്റീരിയലിന്. ഉയരട്ടെ സ്വപ്നതുല്യമായ വീടുകൾ, ബാക്കി നിൽക്കട്ടെ കാടും മലയും പുഴയും. വരൂ, നമുക്ക് പ്ലാസ്റ്റിക്കിനെ പ്രണയിക്കാം.